ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജേർണൽ സപ്ലീസിലെ സ്റ്റാമ്പാണ് ഗൈസ്. സ്റ്റാമ്പ് കാരണം തന്നെ പേപ്പർ എടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് മടക്കിയെടുക്കുക. അത് ഇതേപോലെ അങ്ങോട്ട് മടക്കിയെടുക്കുക. ഒന്നല്ലേ മടക്കുക, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന പോലെ മടക്കുക, അല്ലെങ്കിൽ സ്കെയിലെടുത്തിട്ട് ഒരു ബോക്സായിട്ട് വരച്ചെടുക്കാം. ഇതേപോലെ അങ്ങോട്ട് മടക്കിയെടുക്കുക. ഇനി നമുക്ക് അതെന്ത് ചെയ്യുക, നല്ലോണം ഇതാക്കിയെടുക്കുക. ഇനി നമ്മളത് തുറക്കുമ്പോൾ ഇതേപോലെ കിട്ടും ഗൈസ്. തിരിച്ചുള്ളവർക്ക് ഉണ്ടെന്നാലും പ്രശ്നമൊന്നുമില്ല. നമുക്കിനി ഇഷ്ടമുള്ള ക്യാൻഡി കളറോ വിൻറ്റേജ് കളറോ പേസ്റ്റൽ കളറോ ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ പെയിൻ ബ്രഷ് എടുത്ത് ഇത്തിരി വെള്ളത്തിൽ നോക്കി അത് ഇതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പർപ്പിള്, റോസ്, യെല്ലോ, മെറൂൺ ഈ കളേഴ്സാണ് ചെയ്യുന്നത്. പർപ്പിൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്, റോസാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. ഈ 4 കളേഴ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറൂൺ കളറാണ് കേട്ടോ. മെറൂൺ ഇത്തിരി കടും കളറാണ്, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ. അപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ബ്ലാക്ക് പെൻ എടുക്കാം. ബ്ലാക്ക് പെന്ന്, ജെൽ പെന്ന് എന്തെങ്കിലും എടുക്കുക. ബ്ലാക്ക് പെന്നായാൽ മതി. കേട്ടോ, ബ്ലൂ ഒക്കെ എടുക്കുക, അത്ര രസം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഡെയ്സി ചെടിയുടെ പകുതി പോലെ അങ്ങനെ എന്തൊക്കെയോ പറയുക, അത് എടുത്തിട്ടാണ് അതാണ് ഞാൻ ആദ്യം വരക്കുന്നത്. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള കുത്തഹ എന്തോന്നാ തോട്ട്സ്, റെയിൻബോ, അതിൽ കുത്തഹ, ഇവിടുത്തെ കുത്തഹ, അങ്ങനത്തെ കുത്തഹ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. എനിക്ക് പൂക്കളൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് തോട്ട്സും റെയിൻബോയും സ്റ്റാർസും അതൊക്കെ ഉണ്ട് ഞാൻ വരച്ചെടുത്തേക്കുന്നത്. എനിക്കിഷ്ടമുള്ളതൊക്കെ വരയ്ക്കാമെന്നാണ്. അത് സ്റ്റാമ്പിന് ഇതിലാവണം, അത്രേ ഉള്ളൂ. ഇനി നമ്മളിത് ഒന്നുകൂടി ആദ്യം മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഇതേപോലെ ഞങ്ങളുടെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുറക്കുമ്പം ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ.